നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വാങ്കഡയിലിട്ട് മുംബൈ ഇന്ത്യൻസിന് CSK തീർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ രണ്ടുപേരാണ്. ഒന്ന് നമ്മുടെ സ്വന്തം ചേട്ടനും മറ്റൊന്ന് അഖിൽ ഹുസൈനും. യെസ്, ചേട്ടൻ പൊളിച്ചടുക്കിയ ദിവസമല്ലേ. അഖിൽ ഹുസൈനോ വാങ്കഡയിലെ പിച്ചിലാണ് ചതിക്കുഴി ഒരുക്കിയത്. അദ്ദേഹത്തിന് കൈയടിച്ച് പറ്റൂ. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ സെഞ്ചുറിയാണ് ഈ സീസണിൽ. 54 പന്തുകൾ, 10 4ഉം 6 6ഉം അടക്കം 101 റൺസ് അടിച്ച് ചേട്ടൻ പുറത്താകാതെ നിന്നു. അഖിൽ 4 ഓവറിൽ 17 റൺസിന് 4 വിക്കറ്റ്. നോക്കുക, പവർ പ്ലേയിൽ വാങ്കഡയിൽ അദ്ദേഹം മെയ്ഡൻ ഓവർ എറിഞ്ഞില്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ചേർന്നൊരുക്കിയ വിജയമാണ്. ചേട്ടൻ ചരിത്രത്തിലേക്കാണ് ബാറ്റ് വീശിയത്, വെറുതെ പറയുന്നതല്ല. സഞ്ജു സാംസൺ ബിക്കംസ് ദി ഫസ്റ്റ് CSK ബാറ്റർ ടു സ്കോർ 100 വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് ഇൻ IPL ഹിസ്റ്ററി. പുത്തൻ ചരിത്രമാണ്. യെസ്, വാങ്കഡയിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ CSK ബാറ്ററായിട്ട് സഞ്ജു സാംസൺ മാറിയിരിക്കുന്നു. ഇപ്പോൾ 7 ഇന്നിങ്സുകളിൽ നിന്ന് 293 റൺസാണ് അദ്ദേഹം CSKക്ക് വേണ്ടി നേടിയത്. 58.6 ആവറേജ്, 178.65 സ്ട്രൈക്ക് റേറ്റ്, 2 സെഞ്ചുറികൾ, 31 ഫോറുകൾ, 15 സിക്സറുകൾ. യെസ്, സഞ്ജു ആണ് CSKയുടെ ബാറ്റിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ചെപ്പോക്കിൽ ഡൽഹിക്കെതിരെ 56 പന്തിൽ നിന്ന് 115, വാങ്കഡയിൽ മുംബൈക്കെതിരെ 54 പന്തിൽ നിന്ന് 101. 2 ഇന്നിങ്സുകളിലും അദ്ദേഹം നോട്ട് ഔട്ടായിട്ട് നിന്നു. വാട്ട് എ ബാറ്റർ, വാട്ട് എ പ്ലെയർ. യെസ്, ഈ ചേട്ടൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും. ആദ്യത്തെ 3 കളികളിൽ നിന്ന് സഞ്ജു CSKക്ക് വേണ്ടി നേടിയത് 22 റൺസാണ്. പിന്നത്തെ 4 കളിയിൽ നിന്ന് പിറന്ന് 271 റൺസാണ് എന്ന കാര്യം മനസ്സിലാക്കുക. സോ ചേട്ടനാണ് CSKയുടെ വജ്ര ആയുധം. എന്നാൽ ബൗളിങ്ങിൽ ഇന്ന് അഖിൽ ഹുസൈൻ കളിക്കാനിറങ്ങുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. അദ്ദേഹം ഒരു കളി കളിച്ചു, പിന്നെ ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ വീണ്ടും വന്നിട്ട് 4 ഓവറിൽ ഒരു മെയ്ഡൻ, 17 റൺസ്, 4 വിക്കറ്റ്. ഋതു ആദ്യം പറഞ്ഞത് അഖിൽ ഹുസൈൻ കളിക്കും എന്ന രൂപത്തിലല്ല, വീറിറങ്ങും എന്ന രൂപത്തിലാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ടാക്റ്റിക്കലായിട്ടെടുത്ത തീരുമാനമാണ് അഖിൽ ഹുസൈനെ കളിപ്പിക്കുക എന്നുള്ളത്. അതൊരു മാസ്റ്റർ സ്ട്രോക്കായിട്ട് മാറുന്ന കാഴ്ച. വാങ്കഡയിൽ പിച്ചിലെ പവർ പ്ലേയിൽ മെയ്ഡൻ ഓവർ എറിയാൻ കഴിയുമോ സക്കീർ ഭായിക്ക്? ബട്ട് അഖിൽ ഹുസൈൻ ക്യാൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീഴ്ത്തിയ വിക്കറ്റുകൾ നോക്കണം. ഡാനിഷ് മലേവാറിനെ പറഞ്ഞു വിട്ടു, ഗോൾഡൻ ഡെക്കായിട്ട് പറഞ്ഞു വിട്ടു. നമാന്തീറിനെ ഡെക്കായിട്ട് പറഞ്ഞു വിട്ടു. വലിയ അടിയാണ് അവിടെ കിട്ടുന്നത്. പിന്നെ എടുത്ത വിക്കറ്റുകൾ നോക്കണം. രക്ഷപ്പെടുത്താനുള്ള സൂര്യയുടെയും തിലകിൻ്റെയും ശ്രമം. തിലകിനെ ബൗൾഡാക്കി വിടുന്നു. അത് പ്ലേ ഡൗൺ ആവുകയായിരുന്നു. 39 പന്തിൽ നിന്ന് 37 റൺസ്. സൂര്യ അപ്പോൾ അവിടെ ഉണ്ടല്ലോ എന്നാണ് അപ്പോൾ മുംബൈ ആരാധകരുടെ ഒരു പ്രതീക്ഷ. എന്നാൽ അഖിൽ ഹുസൈൻ്റെ പന്തിൽ സർഫറാസ് ഖാൻ പിടിച്ച് സൂര്യ കൂടി മടങ്ങിയതോടെ അവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയായിരുന്നു. യെസ്, അഖിലും അതുപോലെ ചേട്ടനുമാണ് ഈ കളി CSKക്ക് അനുകൂലമാക്കി മാറ്റിയത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.